ഗൈസ് പൂപ്പീസ് വെരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതായത് ചീരൻ്റെ തോരനാണ്. ഈ ചീര ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് സുന്ദരി ചീര എന്നാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ തണ്ട് കണ്ടില്ല, ഒരു റോസ് കളറാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെ തന്നെയാണ് ഈ തോരനോ അടിപൊളി ടേസ്റ്റിലാട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കാണാം. പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി ചീരൻ്റെ മൂത്ത തണ്ടൊക്കെ ഞാനിതാ ഒഴിവാക്കാണ്. ഇലമലൊക്കെ പുഴുണ്ടാവുന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചീരലടക്കിയിരിക്കുന്ന വൈറ്റമിൻസ് എ ആണെന്നും അത് നമ്മുടെ ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഈ ചീരൻ്റെ തണ്ട് ഞാൻ കുഴിച്ചിട്ട് നോക്കാൻ വേണ്ടി ഒന്ന് കെട്ടി വയ്ക്കുകയാണ്. ഈ തണ്ട് ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വേര് അതിലേക്ക് ഒന്നായിട്ട് മുക്കി വയ്ക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം ഈ തണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി ഞാൻ അരമണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നാക്കി വാഷ് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ഒരൊറ്റ വിസിൽ വേവിച്ചെടുത്താലും മതി. പരിപ്പ് വേകുമ്പോഴത്തേക്ക് നമ്മളിതാ ചീരൻ്റെ ഇലയൊക്കെ നന്നാക്കി വാഷ് ചെയ്തിട്ട് ഇനി അരിഞ്ഞെടുക്കാൻ പോവാണ്. അരിഞ്ഞെടുക്കുമ്പോൾ ഞാനിത് തണ്ട് ഒരു സെപ്പറേറ്റ് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഞാനിത് എല്ലാ ചീരയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് 1 സ്പൂണ് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നെയ്യാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് 1/2 സ്പൂണ് കടുകും 3 വറ്റൽമുളക് നടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചീരൻ്റെ തണ്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷമാണ് ഇനി ചീരൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഇലയും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചീരൻ്റെ തണ്ടും ഇലയും വേവ് കറക്റ്റായിട്ട് വരും. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. ഏകദേശം ഒരു 2-3 മിനിറ്റ് എല്ലാം കഴിഞ്ഞു. ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇലയൊക്കെ നന്നാക്കി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പിടി തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇറക്കി വയ്ക്കുക. ഇതിന് ശേഷം നമ്മൾ ഒരിക്കലും ഒരു മൂടിയെടുത്ത് ഇത് അടച്ചു വെക്കരുത്. കാരണം അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്ന് നോക്കുമ്പോൾ ചീരൻ്റെ ഇല ഒരു പ്രത്യേക കളറിൽ വാടിയിരിക്കുന്നത് കാണാം. അപ്പോൾ നന്നാക്കി തണുത്തതിന് ശേഷം അടച്ചു വയ്ക്കുക. അപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ഞാൻ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചീരത്തോരനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോമ്പിനേഷൻ ഞാൻ എടുക്കുന്നത് അച്ചാർ കൂട്ടിയിട്ടാട്ടോ കഴിക്കുന്നത്. ഇത് ഞാൻ ഇട്ട് വെച്ച അച്ചാറാണ്. ഇതിലേക്ക് കോമ്പിനേഷൻ ഒരു കഷ്ണം വറുത്ത മീനാണ്. ഇതിൽ ആ നെയ്യിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കറീൻ്റെ ആവശ്യമേ വരുന്നില്ല. ഇത് കൂട്ടി തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഒന്ന് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.